അപ്പോൾ നമ്മൾ പറഞ്ഞത് വലോ താദറ തർക്കുൽ മുഹറമില്ലാതെ തറക്കി കയറി, മറ്റൊന്നിനെ ഉപേക്ഷിക്കൽ കൊണ്ടല്ലാതെ ഒരു ഹറാമാക്കപ്പെട്ട കാര്യത്തെ ഉപേക്ഷിക്കൽ പ്രതിസന്ധിയിലായാൽ, പ്രയാസത്തിലായാൽ വജബ എന്ന നിർബന്ധമാവും, ആ കയർ ഉപേക്ഷിക്കൽ നിർബന്ധമാവും. അവ കിത്തലത്തത്ത് ഇനി അടുത്തത്, ഇനി കൂടിക്കലർന്നാൽ മങ്കൂഹത്തുൻ, ഒരു വിവാഹം കഴിച്ച സ്ത്രീ, ഇവൻ പെണ്ണ് കെട്ടിയ പെണ്ണ്, ഇവൻ്റെ ഭാര്യ, അത് കൂടിക്കലർന്നു. അവ കിത്തലത്തത്ത് ഐ ഇഷ്ടബഹത്ത്, സദൃശ്യമായി പോയി, കലർന്നു പോയാൽ, കൂടിക്കലർന്നു പോയാൽ, മങ്കൂഹത്തുൻ, ഇവ വിവാഹം കഴിച്ച സ്ത്രീ കൂടിക്കലർന്നു പോയാൽ, ഇത് റജുലിൻ, ഒരു റജുലി വിവാഹം കഴിച്ച സ്ത്രീ കൂടിക്കലർന്നു പോയി, ബി അജനബിയത്തിൽ, ഒരു അജനബിയായ ഒരു സ്ത്രീയോട്. ഇന്നല്ലേ ഇപ്പോൾ ഈ ട്യൂബും ലൈറ്റൊക്കെ വന്നങ്ങനെ, പണ്ടൊക്കെ മണ്ണവിളക്കല്ലേ. അപ്പോൾ ഇവന് രാത്രി സമയത്ത് ഇവനൊക്കെ എന്ത് ചെയ്തു, ഭാര്യയുമായിട്ട് കൂടണമെന്ന് താല്പര്യം വന്ന് നോക്കുമ്പോൾ എന്താണ് അവിടെ 2-3 പെണ്ണെടുത്തുണ്ട്. അല്ല ആരാണ് ഭാര്യ എന്നൊക്കെ എന്ത് ചെയ്യുന്നില്ല, തിരിയുന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനെ വരാം. അല്ലെങ്കിൽ ഇരട്ടകളൊക്കെ ഉണ്ടല്ലോ, സഹോദരിമാരൊക്കെ ഒരുപോലെയൊക്കെ തോന്നും. മനസ്സിലായില്ലേ? അങ്ങനെ എന്ത് ചെയ്തു, ഇവനൊക്കെ എന്ത് ചെയ്തു, അവിടെ മങ്കൂഹത്തായിട്ട് എന്ത് ചെയ്തു, സദൃശപ്പെട്ടു. ബി അജ്നബിയത്തി മിൻഹു, അതിൽ നിന്ന് അജ്നബിയത്ത്, ഇവനോട് അജ്നബി അന്യസ്ത്രീയായ പെണ്ണുവാടിന് സദൃശ്യത തോന്നിയാൽ ഹറുമത്താ, 2 പേരും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഇരുട്ടത്ത് 2 പേര് കിടക്കുന്നു, 2 പേരും ഒരുപോലെ നമുക്ക് തോന്നുവാണ്. അതിൽ ആരാണ് ഭാര്യ എന്നൊക്കെ നിശ്ചയപ്പെട്ട് കിട്ടുന്നില്ല. വിവാഹം കഴിഞ്ഞ് കുറച്ച് കാലാൽപ്പായ ഉണ്ടാവുള്ളൂ, ഞങ്ങൾക്ക് സംഭവിക്കാമല്ലോ. എപ്പോഴും തുടർച്ചയായി കാലങ്ങളോളം സംഭവിക്കാമെന്നല്ല, ആ ടൈമിങ് അറ്റ് ടൈം സംഭവിക്കുന്നു. അപ്പോൾ 2 പേരും എന്താണ്, ഹറാമാണ്. ഇവിടെ ആയിരിക്കും എന്ന് വിചാരിച്ചു ചെയ്യാൻ പാടില്ല, പണിയെടുക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പം ഹറുമത്ത, മനസ്സിലായില്ലേ? 2 പേരും ഹറാമാണ്. ഐ ഹറുമ ഖുർബാനുമ, അവർ 2 പേരോടും അടുക്കൽ എന്താണ്, ഹറാമാവുന്നത്. അലഹി എന്ന് വെച്ചാൽ അറാജുൽ കേട്ടോ. ശരിക്കും യഥാർത്ഥത്തിൽ അവർ കിടക്കുന്ന ഒരാൾ എനിക്ക് എന്താണ്, ഹലാലാണ്. പക്ഷെ അത് ഇസ്തിബായിപ്പോൾ എന്തായി, അതിനെ ഉപേക്ഷിക്കുക, ഇവിടെ കൂടി ഉപയോഗിച്ചാൽ എന്ത് ചെയ്യുള്ളൂ, പറ്റുള്ളൂ. അതായത് ഇവിടെ ഉപേക്ഷിക്കുക, അതിനെ കൂടി ഉപയോഗിച്ചാൽ എന്ത് ചെയ്യുള്ളൂ, പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഹലാലായത് പറ്റുമെങ്കിൽ പോലും ആ ഹറാമതിനെ ഒഴിവാക്കാൻ വേണ്ടി നീണം ഹലാലിനെ കൂടി ഉപേക്ഷിച്ച് മുറിഞ്ഞ് പയ്യെ സമാനപ്പെട്ട് ഇറങ്ങി വന്നതല്ല വിഗ്രഹം നിരൂപിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഹറുമത്ത, അവർക്ക് ഹറാമാവുന്ന ഈ ഹറുമ ഖുർബാനുവും, അവർ 2 പേരോടും അടുക്കൽ എന്താണ്, ഹറാമാവുന്നതാണ്. അല്ലെങ്കിൽ അവൻ്റെ മേൽ ഔ തല്ലക്ക മുഅയ്യനത്ത്, അല്ലെങ്കിൽ ചങ്ങാതി എന്ത് ചെയ്തു, ഒരു മുഅയ്യനത്തായ പെണ്ണിന് ഇവനക്ക് തലാക്ക് ചെല്ലും. അവന് 1-2 ഭാര്യമാരുണ്ട്, 2, 3, 4 ഭാര്യമാരിൽ ഒരാളെ ചെയ്തു തലാക്ക് ചെല്ലും. അപ്പം തലാക്ക് ചൊല്ലിയത് തന്നെയാണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയാം. മനസ്സിലായില്ല? പക്ഷേ പിന്നെ മിൻ സൗജത്തെ, ഈ അവൻ 2 ഭാര്യമാരിൽ മാത്രം ഉദാഹരണമാണ്. 2 ഭാര്യമാരെന്ന് ഉദാഹരണം പറഞ്ഞാൽ 2, 3, 4 ആണ് മസലം പറഞ്ഞു. അതിലൊരാളെ തലാക്ക് ചൊല്ലി സുമ്മ നസിയഹ, പിന്നെ മറന്നുപോയി. അപ്പോൾ ഇവനക്ക് എന്താണ്, 3 പേരല്ല, 3 പെണ്ണുങ്ങളുണ്ട് ഇവനക്ക്. നസീമ എന്ന് പറഞ്ഞ പേര് 3 പേരുണ്ടെന്ന് വെച്ചോ. ഇതിൽ ഇന്നയാളെ തലാക്കിലെ പേരൊക്കെ ചൊല്ലി കറക്റ്റ് തലാക്ക് ചൊല്ലിയിട്ടുണ്ട്. പിന്നെ ഇവൻ ആലോചിക്കുമ്പോൾ ആരെ തലാക്കിലും പിടുത്തങ്ങിട്ടില്ല, മറന്നു. അവളെയാണ് ഇവളെയാണ്, അതല്ലയോ അവളെയാണ്, മറവി മനുഷ്യന് വരാലോ. മനസ്സിലായില്ലേ? സുമ്മ നസിയ, പിന്നെ അവന് തലാക്ക് ചൊല്ലിയ ആളാരാണെന്ന് മറന്നുപോയി. എങ്കിൽ അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും, അവരോട് ഇഖ്തിലാത്തവരാണ്. മനസ്സിലായില്ലേ? അപ്പം എന്താണ്, ഹറുമ അലൈ ഖുർബാനുഹുമ, ഈ 2 ഭാര്യമാരായിരുന്ന, അതാണ് ഇപ്പോഴും ഭാര്യയാണ്, 2 പേരോടും അടുക്കൽ എന്താണ്, ഹറാമാവുന്നത്. മനസ്സിലായില്ലേ? അതിന് തലാക്ക് ചെല്ലപ്പെട്ട സ്ത്രീ ആരായി, ഹറാമായല്ലോ. ആ ഹറാമിനെ ഉപേക്ഷിക്കാൻ വേണ്ടി ഇവിടെ കൂടി നീണ്ടൊരു നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പം ഹറുമക്കു അലൈഹി ഖുർബാനുഹുമ, 2 പേരോടും അടുക്കൽ ഹറാമാവുന്ന ഐലൻ വീണ്ടും മുമ്പ് പറഞ്ഞ മങ്കൂഹത്ത് അജ്നബിയത്തായിട്ട് ഇഖ്തിലാത്താവുമ്പോൾ ഇസ്തിബാ ആവുമ്പോൾ ഹറാമാവുന്ന പോലെ ഈ തലാക്ക് ചെല്ലുമ്പോൾ 2 പേരോടും അടുക്കൽ എന്താണ്, ഹറാമാവുന്നതാണ്. അമ്മൽ അജ്നബിയത്ത്, ഇത് 2 പേരോടും അടുക്കൽ ഹറാമ എന്നുള്ള വിധി വരാനുള്ള കാരണം എന്താ, അതിന് ന്യായം എന്താ? അതിൽ അജ്നബിയത്തായ സ്ത്രീ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ മനസ്സിലായില്ലേ, 2 പേരും കിടക്കും, ആരാൻ തിരിയാത്ത സാഹചര്യത്തിൽ. അവൽ മുത്തല്ലക്കത്തായ സ്ത്രീ 2ാമത്തെ ഉദാഹരണത്തിൽ, അത് 2 പേരും അവർ 2 പേരും ഹറാമുള്ള കാര്യം എന്താണ്, സ്പഷ്ടമാണ്. ഒന്ന് അജ്നബിയത്താണ്, ഒന്നാണ് മുത്തല്ലക്കത്താണ്. ഇനി അമ്മൽ മങ്കൂഹത്തു ഗൈറുൽ മുത്തല്ലക്കത്ത്, ഇവിടെ വിവാഹം കഴിച്ചിരിക്കുന്ന സ്ത്രീയും അതുപോലെ എന്താണ് തലാക്ക് ചെല്ലപ്പെടാത്ത സ്ത്രീ, ആ സ്ത്രീയോടും അടുക്കൽ ഹറാമാന്ന് പറഞ്ഞല്ലോ. അതെന്തുകൊണ്ട് ഹറാമായി, ഫലിസ്തിബാഹിമ, അവർ 2 പേരും സാദൃശ്യപ്പെട്ടു പോയ കാരണമായിട്ടാണ്. ബിൽ അജ്നബിയത്തി അൽ മുത്തല്ലക്കത്തി, അജ്നബിയ അന്യ സ്ത്രീയോടും തലാക്ക് ചെല്ലപ്പെട്ട സ്ത്രീയോടും സദൃശ്യപ്പെട്ടു പോയ കാരണമായിട്ടാണ് അപ്പോൾ അസിഡിസ് കണ്ടീഷനിൽ നിന്നാണത് ഹറാമായത് കേട്ടോ. ഫലിസ്തിബാഹിമ ബിൽ അജ്നബിയത്തി ബൽ മുത്തല്ലക്കത്തി, അജ്നബിയത്തും മുത്തല്ലക്കത്തുമായിട്ടെന്നാണ് സദൃശ്യപ്പെട്ടു പോകാറുള്ളത്. ഫഖദ് യൽഹുറുൽ ഹാലു, ചിലപ്പോൾ എന്ത് ചെയ്യും, അവിടുത്തെ സാഹചര്യം
എന്ത് ചെയ്യും? സ്പഷ്ടമാവും. ഇന്നയാളെയാണ് ഞാൻ എന്ത് ചെയ്തത്, തലാഖ് ചെയ്ത്. പിന്നെ എനിക്ക് ഓർമ്മ കിട്ടും. അപ്പം എനിക്ക് എന്താവും? മറ്റുള്ളവർ ഹലാലായി. ശരിയല്ലേ? പിന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്തു? അവിടെ എന്ത് ചെയ്തു? പിന്നീട് നേരം വെളുക്കുമ്പോൾ അത് വെളിച്ചം വന്നപ്പോൾ എന്ത് ചെയ്തു? ഇന്നയാളാണ് എൻ്റെ ഭാര്യ, മറ്റേ നിസ്ത്രീയാണെന്ന് തിരിച്ചറിയും. അപ്പോഴെന്ത് ചെയ്തു? കാര്യങ്ങൾ എന്ത് ചെയ്യും? അതിന് രീതിയിലേക്ക് മടങ്ങുന്നതാണ്. ഒക്കെ അത് ളുഹൂറുൽ ഹാലു, ചിലപ്പോൾ ഹാല് വ്യക്തമാവും, സ്പഷ്ടമാവും. ഫയർജിയാനി, അവ രണ്ടുപേരും മടങ്ങുന്നതാണ്. ആരൊക്കെ? ഈ മങ്കൂഹത്തും അതുപോലെ മുത്തലാഖ് ചെല്ലപ്പെടാത്തതായ സ്ത്രീയും. ഇലാ മാ കാനത്ത അലൈഹി, അവർ രണ്ടുപേരും ആയിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങുന്നതാണ്. ആ അവസ്ഥ എന്താ? ലഹില്ലി, അതുകൊണ്ട് എന്താണ്? ഹലാലാണ്. മനസ്സിലായില്ലേ? ആ അവസ്ഥയിലേക്ക് മടങ്ങുന്നതാണ്. ഫലമെത്താദർ ഫീദാലിക്ക, അങ്ങനെ ആരും വ്യക്തമാവുന്ന സ്പഷ്ടമാവുന്ന ഘട്ടത്തിൽ ഇതിനൊക്കെ ബുദ്ധിമുട്ടാവുകയില്ല. തർക്കുൽ മുഹറമി, എന്തിനു ഉപേക്ഷിക്കല്? ഹറാമാക്കപ്പെട്ടതിന് ഉപേക്ഷിക്കുക നിർബന്ധമാവുകയില്ല. വഹദഹു, അതിനെ മാത്രം ഉപേക്ഷിക്കുന്നതെന്താണ്? തടസ്സമാകുന്നതുമല്ല. ഇനി ഫലം യത്തനാവലഹു മാ ദുക്കറ കബലഹു, അങ്ങനെ വരുമ്പോൾ എന്താണ്? ഇത് മാ ദുക്കറ മേൽ പറയപ്പെട്ടത്, കബലഹു ഇതിനു മുമ്പ് പറയപ്പെട്ട ഒന്ന് ഈ പറയപ്പെട്ടതിനെന്തില്ല ഉൾപ്പെടുത്തുന്നു. അതിനോടതിൽ ഇഷ്ടിബാഹില്ല, ഇഖ്തിലാത്തില്ലാത്തതുകൊണ്ട് ഫലം എത്തനാവലഹു, ഇങ്ങനെ കാര്യം വ്യക്തമാവുന്ന സാഹചര്യത്തിൽ ആ ഒരു സാഹചര്യം അത് ഇതില്ല, ഉൾപ്പെടുത്തുന്നില്ല. മാ ദുക്കറ മേൽ പറയപ്പെട്ട ഒന്ന് കബലഹു, ഇതിനു മുമ്പ് പറയപ്പെട്ട ആ ഒരു മസല ഈ ഒരു സാഹചര്യത്തിൽ എന്തുന്നില്ല, ഉൾപ്പെടുത്തുന്ന കാര്യം സ്പഷ്ടമാണ്. നമുക്കെന്താണ് സാധിക്കുന്നത്. തറക്ക ജവാബ മസലത്തി തലാഖി, മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല ഈ വിഷയത്തെ വർണ്ണിച്ച് പറഞ്ഞപ്പോൾ മുസന്നിഫ് എന്ത് ചെയ്തു? തലാഖിൻ്റെ മസലയുടെ ജവാബിനെ ഉപേക്ഷിച്ചു. ഇൽമി ബിഹി, അതുകൊണ്ട് അറിഞ്ഞ കാരണമായിട്ട് മിൻ ജവാബി മാ ഖബലഹ, അതിന് മുമ്പുള്ള ഒന്നിൻ്റെ ജവാബിൽ നിന്നും ഇതിൻ്റെ ജവാബ് അറിഞ്ഞ കാരണമായിട്ടാണ് മുസന്നിഫ് അതിനെന്ത് ചെയ്തത്? പിന്തിപ്പിച്ചത്. നോക്കിയേ, വജബ അവിഖ്തലതത്ത്, മൊത്തം കണ്ട, മങ്കൂഹത്തുൻ ബി അജ്നബിയത്തിൻ ഹറുമത്താ, ജവാബ് ഹറാമാഹും. ഔ തല്ലക്ക മുഅയ്യനത്തൻ സുമ്മ നസിയഹ, ജവാബില്ല. ജവാബുണ്ടോ? ഇല്ല. ജവാബ് മുമ്പുള്ള ഹറമത്തേൽ മനസ്സിലാക്കേണ്ട ഹറാമാണ്, അതുകൊണ്ട് ഉപേക്ഷിച്ചാണ്. കലാം അത്ര ചുരുങ്ങി കിതാബ് എന്തായി? മുഖ്തസറായി. ഇനി ശാരിയ പറയാണ് ഒരു നിരൂപണം. വലവ് അഖറഹു, അപ്പോൾ തറക്ക മുസന്നിഫ് ഉപേക്ഷിച്ചു ജവാബ് മസലത്തി തൊലാക്കി, തൊലാക്കിൻ്റെ മസലയുടെ ജവാബിനെ ഉപേക്ഷിച്ചു. ഇൽമി ബി, അതുകൊണ്ട് അറിഞ്ഞ കാരണമായിട്ട് മിൻ ജവാബി മാ ഖബലഹ, അതിനു മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിൻ്റെ ആ മസലയുടെ ജവാബിൽ നിന്നും അത് അറിഞ്ഞ കാരണമായിട്ട്. ഇനി വലവ് അഖറഹു, ആ ജവാബിനെ മുസന്നിഫ് പിന്തിപ്പിച്ചായിരുന്നു എങ്കിൽ അൻഹുമാ, ആ രണ്ട് മസലയതൊരു പിന്തിപ്പിച്ചു. അപ്പോൾ ഇഖ്തിലാത്തിൻ്റെ മസലയും പറഞ്ഞു, ഇസ്തിബാഹിൻ്റെ മസലയും പറഞ്ഞവർ ഹറുമത്ത എന്ന് പറഞ്ഞ രണ്ടിന് ജവാബായല്ലോ. അങ്ങനെ മുസന്നിഫ് പിന്തിപ്പിച്ചായിരുന്നുവെങ്കിൽ ലഹത്താജ ഇലാ ദിക്രിമാ, മുസന്നിഫ് എന്താണ്? ആവശ്യമായിരുന്നില്ല ഇലാ ദിക്രിമാ, ഇലാ ദിക്രിമാ, മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്ന നിലയ്ക്ക് ആവശ്യമാകുമായിരുന്നില്ല കേട്ടോ. ലഹത്താജ, മുസന്നിഫ് ആവശ്യമാകുമായിരുന്നു ഇലാ ദിക്രിമാ, ഒന്നിനെ പറയുന്നതിലേക്ക്. സിദ്തുഹു, ഞാനതിനെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ബാദ കൗലിഹി, എന്താണ്? കൗലിന് ശേഷം. എന്താണ്? മുസ്തനിഫ് റഹ്മത്തുള്ളാഹി തആല കൗലിന് ശേഷം ഞാൻ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒന്നിനെ പറയുന്നതിലേക്ക് ആരാവശ്യമാകുമായിരുന്നു? മുസ്തനിഫ് റഹ്മത്തുള്ളാഹി തആല ആവശ്യമാകുമായിരുന്നു. ഏതാ കൗല്? മൊയ്യനത്ത് എന്ന മുസന്നിഫിൻ്റെ ഔ തല്ലക്ക മൊയ്യനത്ത് എന്ന് പറഞ്ഞില്ലേ, അതിനുശേഷം ഞാൻ വർദ്ധിപ്പിച്ച ഒന്നിനെ പറയുന്നതിലേക്ക് ആരാവശ്യമാകുമായിരുന്നു? മുസന്നിഫ് ആവശ്യമായിരുന്നു. മിൻ സൗജത്തൈഹി, മനസ്സിലായില്ലേ? പറഞ്ഞില്ലേ മിൻ സൗജത്തൈഹി എന്ന് പറഞ്ഞില്ലേ? മിൻ സൗജത്തൈഹി എന്നുള്ള പറഞ്ഞ ആ ഒരു പ്രയോഗത്തിലേക്ക് ആരാവശ്യമാകുമായിരുന്നു? മുസന്നിഫ് പറയേണ്ടതായിട്ട് ആവശ്യമാകുമായിരുന്നു. അപ്പോൾ ആ കലാം മുസന്നിഫ് പറയലിന് ഒഴിവായി കിട്ടി. ഈ അറുമത്ത എന്നതിനെ ഫസ്റ്റ് പറയുന്ന കൊണ്ട് ആവശ്യം ഒഴിവായി കിട്ടി. അപ്പോൾ നിരൂപണം അല്ല അത്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ മുസന്നിഫ് പിന്തിപ്പിച്ചിരുന്നുവെങ്കിൽ ഒരു കലാം കൂടി കൂടുതലായി പറയേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് മുസന്നിഫ് എന്തില്ല, ജവാബിനെ പിന്തിപ്പിച്ച ജവാബിനെ ആദ്യം പറഞ്ഞു. ആദ്യം ഇഖ്തിലാത്തിൻ്റെ മസല പറഞ്ഞപ്പോൾ തന്നെ അറുമത്താന്ന് പറഞ്ഞു, താഴെ വേറെ മസല പറഞ്ഞു. ആ മസലയുടെ ജവാബിട്ട് പറഞ്ഞില്ല, അത് മുമ്പിൽ നിന്ന് ഇത് കിട്ടിയല്ലോ എന്ന് എനിക്ക് ചുരുക്കുകയും കേട്ടോ. അപ്പോൾ ഇലാ ദിക്രി മാജിത്തു, ഞാൻ വർദ്ധിപ്പിച്ച് പറഞ്ഞു ഒന്നിലേക്ക് മുസന്നിഫ് ആവശ്യമായതിനെ പാത കൗലി, മുസന്നിഫിൻ്റെ കൗലിന് ശേഷം. മുസന്നിഫിൻ്റെ കൗല് ഏതാ? തൊല്ലക്ക മൊയ്യനത്ത് എന്നതിൽ മൊയ്യനത്ത് എന്ന കൗലിന് ശേഷം വർദ്ധിപ്പിച്ച പറഞ്ഞതിലേക്ക് മുസന്നിഫ് ആവശ്യമാവും. എന്താ കൗല്? മിൻ സൗജത്തൈ എന്നുള്ള മുസന്നിഫിൻ്റെ ആ കൗല് പറയുന്നതിലേക്ക് മുസന്നിഫ് ആവശ്യമാവും കേട്ടോ. അതാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ച് പറഞ്ഞത്. മീൻസ് അപ്പോൾ ഹറുമത്ത, അവർ രണ്ടുപേരും ഹറാമാവെന്ന് പറയുമ്പോൾ രണ്ടുപേരും ആരാ?
സൗജത്തെ എന്നുള്ള ആ കലാം മുസന്നിഫ് പറയുന്നതിലേക്ക് ആവശ്യം. കമാലായ ആ കാര്യം എന്താണ്? അവ്യക്തമല്ലാത്തതുപോലെ. ഫയഫൂത്തുൽ ഇഖ്തിസാറുൽ മഖ്സൂദിലഹു. അങ്ങനെ ആ കൗല് കൂടി മുസ്ലിം മത്തനിൽ ഉൾപ്പെടുത്തുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നതാണ് കിതാബ് രക്തം ചുരുക്കമാർന്നതാകുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്താണ്? ഓരോ കൗല് ഓരോ വാക്കും ഒഴിവാക്കുമ്പോൾ അതിനനുസരിച്ച് കിതാബ് മൊത്തം എന്ത് ചെയ്യും? ചുരുങ്ങും. മനസ്സിലായില്ല? അപ്പോൾ ഫയഫൂത്തുൽ ഇഖ്തിസാറു, അപ്പോൾ രക്തം ചുരുക്കമാകുക എന്നുള്ള ഇവിടെ ക്രമം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. അൽ മഖ്സൂദിലഹു മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഉദ്ദേശിക്കുന്നു. അപ്പോൾ എന്താണ് ഇത് ഈ മിൻ സൗജത്തെ പറയേണ്ട ആവശ്യം വരുന്നെന്താ? പിന്നെ പറഞ്ഞെന്താ? ഔ തല്ലക്ക മുഅയ്യനത്തൻ എന്നല്ല പറഞ്ഞേ. ഔ തല്ലക്ക മുഅയ്യനത്തൻ സുമ്മ നസിഹ എന്നല്ല പറഞ്ഞേ. പിന്നെ ജവാബ് പറഞ്ഞേ ഹറുമത്ത എന്ന് പറഞ്ഞു. അപ്പോൾ തൊല്ലക്ക മുഅയ്യനത്ത് എന്ന് പറയുമ്പോൾ മിതമാക്കപ്പെട്ടതിനെ തൊലാക്ക് ചൊല്ലി എന്ന് പറയുമ്പോൾ ഈ മുഅയ്യനത്തെ എന്നുള്ളത് എവിടുന്നാണെന്ന് പറയേണ്ടി വരും. മിതമാക്കപ്പെട്ടതിന് തലാക്കിൽ. അപ്പം മത്തലിന് തന്നെ മുസ്ലിം എന്ത് പറയേണ്ടി വരും? മിൻ സൗജത്തെ എന്ന് പറയേണ്ടി വരും. സുമ്മ നസിയ, പിന്നെന്ത് ചെയ്തു? ആ തലാക്ക് ചെല്ലപ്പെട്ട പെണ്ണെന്ന് മറന്നുപോയി. ഇത് ഹറുമത്ത, ആ രണ്ട് സൗജുമാരും. ഹറുമത്തയുടെ തസ്നീയുടെ ലമീർ മടങ്ങണ്ടേ? അപ്പോൾ ആ ലമീർ മടങ്ങാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? ഹറുമത്ത എന്നുള്ള ആ ഹുമ എന്നുള്ള ലമീർ മടങ്ങാൻ വേണ്ടി സൗജത്തേനെ മുസ്ലിമിന് മത്തനിൽ പറയേണ്ടി വരും. മനസ്സിലാണ് പറയണേ? ജവാബ് പിന്തിപ്പിച്ചാൽ. അതുകൊണ്ടാണ് മുസ്ലിം എന്ത് ചെയ്ത് ജവാബിനെ പിന്തിപ്പിക്കാതെ ജവാബിനെ ആദ്യം പറഞ്ഞത്. അദ്ദേഹത്തിന് സാറ് കിട്ടുകയും ചെയ്തു. കാര്യം മനസ്സിലാക്കാനെന്തില്ല പ്രയാസവും.